2019 രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അവരുടെ ഉദ്ദേശം രണ്ടായിരുന്നു. പല ആളുകൾ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുമായിരുന്നില്ല. മറിച്ച് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരുന്നു താൽക്കാലിക ലക്ഷ്യം. ദീർഘകാല ലക്ഷ്യം രാജ്യത്ത് നിലനിൽക്കുന്ന സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കുക എന്നുള്ളതായിരുന്നു. നേരത്തെ ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള വിഭജനമാണ് ഉണ്ടായിരുന്നെങ്കിൽ, ആ രീതിയിലുള്ള ധ്രുവീകരണമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലാക്കി മാറ്റുക എന്നൊരു സതുദ്ദേശം കൂടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഏതായാലും BJP-കാർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു. ഒറ്റ ദിവസം കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, പണപ്പെരുപ്പം, മറ്റെല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോയി. മാധ്യമങ്ങൾക്ക് അതൊരു വിഷയമല്ലുണ്ടായി. എല്ലാവരും ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പൗരത്വ രജിസ്റ്ററിനെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന അതിഭയങ്കരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അവർ വോട്ടവകാശമില്ലാത്ത രണ്ടാം തരം പൗരന്മാരായി മാറുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വലിയ തോതിൽ വ്യാകുലപ്പെട്ടു. നാടിൻ്റെ നാനാഭാഗത്തും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ഡൽഹിയിലെ ചില സർവകലാശാലകളിലായിരുന്നു അതിഭയങ്കരമായ സമരം. ഷഹീൻ ബാഗ് എന്നൊരു സ്ഥലം ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാറി. കേരളത്തിലും ഷഹീൻ ബാഗുകളുണ്ടായി. കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ ഷഹീൻ ബാഗ് അവരൊരുക്കി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഇതുപോലൊരു ഷഹീൻ ബാഗ് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ നിയമപരിജ്ഞാനവും അല്ലെങ്കിൽ ഭരണഘടനാ പാണ്ഡിത്യവും അനുസരിച്ച് അവരാൽ കഴിയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പരിപ്രേക്ഷ്യങ്ങളും ഒക്കെ ചമച്ചു. രാജ്യത്ത് ഈ ധ്രുവീകരണം ഒന്നുകൂടി ഊർജിതമായി, ഒന്നുകൂടി രൂക്ഷമായ രീതിയിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അത് ഏതാണ്ട് അമിത്ഷാ ആഗ്രഹിച്ച രീതിയിൽ മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലുള്ളൊരു വിഭജനം തന്നെ ഉണ്ടായി. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് കേരളത്തിലും ഈ ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെട്ടു. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ കോലാഹലങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആദ്യം പങ്കെടുത്തത് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മുൻ മന്ത്രി TH മുസ്തഫ മുൻകൈയെടുത്ത് വിളിച്ച യോഗത്തിലായിരുന്നു. ഏറ്റവും അവസാനം പങ്കെടുത്തത് CH മുഹമ്മദ് കോയയുടെ ജന്മസ്ഥലമായ അത്തോളിയിൽ ആയിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെയാണ് നമ്മുടെ നാട്ടിൽ ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതും മറ്റേ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതൊക്കെ. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഈ പ്രക്ഷോഭം നടന്നില്ല, അതിൽ പങ്കെടുക്കാനും പറ്റിയില്ല. പങ്കെടുത്ത എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ ഇതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. ഒന്ന്, ജനങ്ങളുടെ ശ്രദ്ധ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് തിരിക്കുക. രണ്ടാമത്തേത്, ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാക്കാനൊന്നും ഏത് സർക്കാർ കഴിച്ചാലും പറ്റുകയില്ല. പൗരത്വം എന്ന് പറയുന്നത് ഭരണഘടനാദത്തമായിട്ടുള്ള ഒന്നാണ്. അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ നിഷ്കർഷിക്കുന്ന വകുപ്പുകൾ ചേർന്നാണ് നമ്മുടെ പൗരത്വ നിയമം. ഈ പൗരത്വ നിയമത്തിലാണ് ചെറിയൊരു ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അതും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് 6 പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ചെറിയ ഇളവ് കൊടുക്കും, അത്രേ ഉള്ളൂ. മറ്റുള്ളവർ 11 കൊല്ലം കാത്തിരിക്കണമെങ്കിൽ ഇവർക്ക് 5 കൊല്ലം മതി. അതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു ഭേദഗതി ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ പോലും അവർക്ക് വിശദീകരിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ നടക്കുന്നത് ഇതൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട അക്രമാസക്തമായ സമരങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ അതിര് കടന്ന പ്രതിഷേധം ഉയർത്തുന്നവർ അവസാനം പുലിവാല് പിടിക്കും എന്ന കാര്യമാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞത്. അത് എത്ര പേർക്ക് ബോധ്യപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് ഫലവത്തായി എന്നാണ് പിന്നീട് പല നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ സൂചിപ്പിച്ചത്. കേരളത്തിലടക്കം ഈ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഐക്യമുന്നണിയിൽ ഒറ്റപ്പെട്ടു പോയെന്നും ഐക്യമുന്നണിനെ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയെന്നും പഠിക്കുന്ന ആളുകൾ ഈ വിഷയം കുറച്ചുകൂടി നന്നായിട്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും, എനിക്കൊരു അഭിപ്രായമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും തൽക്കാലം ഈ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് ആ പ്രക്ഷോഭം കെട്ടടങ്ങി. പിന്നീട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കും എന്ന് മുഖ്യമന്ത്രി ഒരു ഉറപ്പ് കൊടുക്കും. പിന്നീട് ആ ഉറപ്പ് പാലിക്കാതിരിക്കും. വളരെ കുറച്ച് കേസുകൾ മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും മറക്കാൻ തുടങ്ങിയ സമയത്താണ് അമിത്ഷാ വീണ്ടും ഈ പൗരത്വ നിയമ ഭേദഗതി ഉടനെ നടപ്പാക്കും എന്ന ഒരു വായ്ത്താരി മുഴക്കാൻ തുടങ്ങി. അതും പറയാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി.
ഇതുവരെ അതിൻ്റെ യാതൊരു മട്ടും മാരിയും കണ്ടില്ല. അതിനിടയ്ക്ക് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണനയിലിരിക്കണേ. അതായത് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ട് രണ്ടാലൊന്ന് ചെയ്യാം എന്ന രീതിയിലും സർക്കാർ പോയില്ല. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കവേ പെട്ടെന്ന് ഈ പൗരത്വ നിയമ ഭേദഗതി നോട്ടിഫൈ ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറപ്പെടുവിച്ചു. വീണ്ടും ഇത് വലിയ ചർച്ചാ വിഷയമായി മാറി. ഇന്ന് മാധ്യമത്തിലും സിറാജിലും സുപ്രഭാതത്തിലും മാത്രമല്ല, മാതൃഭൂമിയിലും മലയാള മനോരമയിലും ഒക്കെ മുഖപ്രസംഗം പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് എല്ലാവരും വളരെ വ്യാകുലരാണ്. പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തന്നെ ഉണ്ട്. മറ്റ് മതേതര ജനാധിപത്യ കക്ഷികളൊക്കെ ഈ പ്രക്ഷോഭത്തിൽ പങ്കുചേരുന്നുണ്ട്. സത്യത്തിൽ ഇതുപോലൊരു പരിണതിയാണ് BJPക്കാർ ആഗ്രഹിക്കുന്നത്. അവർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഈ സമയത്ത് പുറപ്പെടുവിച്ചത്. മമതാ ബാനർജി അതിശക്തമായിട്ട് എതിർക്കും. കാരണം ഈ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞ വിഭാഗക്കാരെ ഏറ്റവും അധികം ഉള്ളത് ബംഗാളിലാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ആസാമിലാണ്. അപ്പോൾ ഇവരെ തിരിച്ചറിയാനും പുറത്താക്കാനുമുള്ള ഏത് ശ്രമം നടത്തിയാലും അത് മമതയുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് തന്നെയാണ് BJPക്ക് വേണ്ടത്. അവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കണം. അതുവഴിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കണം. ഇന്ത്യയിൽ ഏറ്റവും അധികം പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന 4ാമത്തെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 42 അംഗങ്ങളെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട അത്രയും ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കായിരിക്കും? അത് BJPക്കായിരിക്കും. തുല്യ നിലയിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടും. അവരുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കും ഇവരുടെ ഭൂരിപക്ഷ വോട്ട് ബാങ്കും ശക്തിപ്പെടും. രണ്ട് സ്ഥലത്തും നിക്ഷേപം വർദ്ധിക്കും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. ആസാമിലും മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ചുള്ള ഭീതി തീർച്ചയായിട്ടും ഇവർക്ക് ചൂഷണം ചെയ്യാനും കഴിയും. ഇത് ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്നാണ് നമ്മുടെ കാരണഭൂതൻ പ്രഖ്യാപിച്ചത്. കാരണഭൂതന് പിന്നെ എന്ത് പ്രഖ്യാപിക്കാം? ഈ പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നമുക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് കേരള ഗവൺമെൻറ് അല്ലല്ലോ. എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട്, കേരള പാസ്പോർട്ടല്ല. കേരള സർക്കാരിന് പാസ്പോർട്ട് അടിക്കാനോ പാസ്പോർട്ട് വിതരണം ചെയ്യാനോ അധികാരമില്ല. പിണറായി വിജയൻ്റെ പാസ്പോർട്ട് തന്നെയും ഇന്ത്യൻ പാസ്പോർട്ടാണ്. അതുകൊണ്ട് കേരളം നടപ്പാക്കുകയില്ല എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ്. കേരളത്തിന് നടപ്പാക്കേണ്ട കാര്യമില്ല. കേരളം നടപ്പാക്കാം എന്ന് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കില്ല. കാരണം അത് നടപ്പാക്കേണ്ട അവരാണ്. പൗരത്വം എന്ന വിഷയം ഭരണഘടന അനുസരിച്ച് അത് യൂണിയൻ ലിസ്റ്റിലാണ്, സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിലല്ല, കൺകറൻറ്റ് ലിസ്റ്റിൽ പോലുമല്ല. അതുകൊണ്ട് കേരളം നടപ്പാക്കില്ല എന്നുള്ളത് വെറും വായ്ത്താരിയായിട്ട് വീൺവാക്കായിട്ട് മാത്രം എടുത്താൽ മതി. തമിഴ്നാട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന് ധൈര്യമായിട്ട് പറയാം. ഇനി തെലുങ്കാനയ്ക്കോ കർണാടകത്തിനോ പറയാം. കാരണം അവരാരും നടപ്പാക്കേണ്ട കാര്യമില്ല, അത് കേന്ദ്രമാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വായ്ത്താരികൾ മുഖേന ഈ ന്യൂനപക്ഷ സമുദായക്കാരെ നമ്മുടെ നാട്ടിലടക്കം കബളിപ്പിക്കാനും അവരുടെ വോട്ട് തട്ടാനുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും മത്സരിച്ചിട്ടാണ് ഈ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. ഇവരുടെ പ്രതിഷേധം കണ്ടാൽ തോന്നുന്നു നമ്മുടെ ആലുവയിലും എറണാകുളത്തും അല്ലെങ്കിൽ മലപ്പുറത്തും കൊണ്ടോട്ടിയിലുമൊക്കെയുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാവാൻ പോവുകയാണെന്ന്. അല്ല, ഇവിടെയുള്ള ആരുടെയും പൗരത്വത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ വോട്ട് വളരെ പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങളുമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വന്നിരിക്കുകയാണ്. കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കേണ്ടതും ആരുടെ ആവശ്യമാണ്? BJPയുടെ ആവശ്യമാണ്. കാരണം അവർക്ക് പറയാമല്ലോ, ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കേന്ദ്രമായ കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടക്കും. അതുകൊണ്ട് തീവ്രവാദത്തെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. BJP 400 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. ആ രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏക സിവിൽ കോഡിൻ്റെ കരട് രൂപം പുറത്തു വരുമോ ഇല്ലയോ എന്ന ഒറ്റ ചോദ്യമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് വന്നാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലുള്ള തന്ത്രങ്ങളാണ് BJP ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.